ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏതൊരു ക്രിയേറ്ററും അവരുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് ആദ്യം എണീറ്റ ഉടനെ മൊബൈൽ ഫോൺ എടുത്ത് അവരുടെ യൂട്യൂബ് ചാനലിലെ അനലിറ്റിക്സ് ചെക്ക് ചെയ്യുന്നവരായിരിക്കും. മോണിറ്റൈസേഷൻ ആയവരാണെങ്കിൽ അവർക്ക് എത്ര റവന്യൂ നേടി എന്നവർ ചെക്ക് ചെയ്യും, വ്യൂസ് ഒക്കെ എത്ര വന്നിട്ടുണ്ട് എന്നുള്ളത്. മോണിറ്റൈസേഷൻ ആവാത്തവരാണെങ്കിൽ അവരുടെ വാച്ച് ടൈം ഒക്കെ അപ്ഡേറ്റ് ആയിട്ടുണ്ടോ, കഴിഞ്ഞ ദിവസങ്ങളിൽ എത്ര വ്യൂസ് വന്ന്, ഈ രീതിയിലൊക്കെ ചെക്ക് ചെയ്തിട്ടേ അവരുടെ ഒരു ദിവസം അവർ ആരംഭിക്കുള്ളൂ. മിക്ക ക്രിയേറ്റേഴ്സും അങ്ങനെ തന്നെയായിരിക്കും. നിങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ഇത് ഞാനിവിടെ പറയാൻ കാരണം, ഇന്ന് രാവിലെ മുതൽ നിങ്ങൾ നിങ്ങളുടെ വൈറ്റി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അവിടെ ഏൺ എന്നുള്ള ആ ഒരു ടാബിൽ മോണിറ്റൈസേഷൻ ആയവർക്ക് അവരുടെ റവന്യൂ കാണാൻ കഴിയുന്നില്ല. അപ്പൊ ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പലരും ചോദിക്കുന്ന ഒരു കാര്യം, യൂട്യൂബ് നമ്മുടെ റവന്യൂ കൊണ്ടുപോയോ എന്നുള്ളതാണ്. ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആകുന്നതിന് മുന്നേ നമ്മുടെ ചാനലിൽ പരസ്യം എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ റവന്യൂ ഒക്കെ നമുക്ക് തരാതെ യൂട്യൂബ് കൊണ്ടുപോയിരുന്നു. അപ്പൊ അതുപോലെ നമ്മുടെ ക്യാഷ്, നമ്മുടെ ഈ ഒരു ഡോളർ റവന്യൂ യൂട്യൂബ് കൊണ്ടുപോയതാണോ എന്നുള്ള രീതിയിൽ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളത് തെറ്റായ രീതിയിലാണ് യൂട്യൂബിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾക്ക് ഒരു സംശയം വരുന്നത്, യൂട്യൂബ് നമ്മുടെ റവന്യൂ കൊണ്ടുപോകുമോ, അങ്ങനെ റവന്യൂ സ്പാം ആകുമോ എന്നുള്ളത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരു കാരണവശാലും ഒരു റീസൺ ഇല്ലാതെ യൂട്യൂബ് നിങ്ങളുടെ ക്യാഷ് കട്ട് ചെയ്യുന്നതല്ല. ഇൻ കേസ് നിങ്ങൾ നിങ്ങളുടെ ആഡ്സെൻസ് അക്കൗണ്ടിൽ ഒരു തെറ്റായിട്ടുള്ള ഒരു അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തു എന്ന് വിചാരിക്കുക, മിസ്റ്റേക്ക് ആയിട്ട് അതിലേക്ക് യൂട്യൂബ് പൈസ അയച്ചു, അത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ യൂട്യൂബ് അത് തിരിച്ച് ക്രെഡിറ്റ് ആയി കഴിഞ്ഞാൽ വീണ്ടും അത് നിങ്ങൾക്ക് തരുന്നതാണ്. അതല്ലാതെ യൂട്യൂബ് അത് ഒരു തവണ അയച്ചതല്ലേ അല്ലെങ്കിൽ 2 തവണ അയച്ചതല്ലേ, ഇനി അയക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവരെടുക്കുന്നില്ല. അത് നിങ്ങൾക്കുള്ളതാണെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പൊ ഞാനിത് പറയാൻ കാരണം, പലർക്കും ടെൻഷൻ ഉണ്ട്. കാരണം അവരറിഞ്ഞു വെച്ചിട്ടുള്ളത് യൂട്യൂബ് നമ്മുടെ റവന്യൂ എടുത്തു കൊണ്ടുപോകാൻ വേണ്ടി ഇങ്ങനെ തക്കം പാർത്തിരിക്കുന്നതായിട്ടാണ് അവർ യൂട്യൂബിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ ഒരിക്കലും അങ്ങനെയല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നതാണ്. യൂട്യൂബ് നിങ്ങളുടെ ക്യാഷ് ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂട്യൂബ് അത് നിങ്ങൾക്ക് തരുന്നതാണ്. ഇനി സ്പാം ആകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വല്ല VPN ടാസ്ക്, അതുപോലെ ഇൻവാലിഡ് ക്ലിക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ, ഫേക്ക് ട്രാഫിക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ യൂട്യൂബ് റവന്യൂ സ്പാം ആകും. അതല്ലാതെ നിങ്ങളുടെ റവന്യൂ എവിടെയും പോകുന്നതല്ല, ഇത് യൂട്യൂബ് കൊണ്ടുപോയതല്ല. മറിച്ച് എന്തുകൊണ്ടാണ് നമ്മൾ വൈറ്റി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ മൊബൈൽ ഫോണിൽ ഏൺ ടാബിൽ നമ്മുടെ റവന്യൂ കാണാത്തത് എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടാകും. അത് കാണാത്തത് യൂട്യൂബിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു ബഗ്ഗാണ്. അപ്പൊ ആ ഒരു എറർ കാരണം യൂട്യൂബിൽ ഇപ്പൊ അത് കാണുന്നില്ല എന്നുള്ളതാണ്. യൂട്യൂബിന്റെ ഇന്റേണൽ ടീം അത് പരിഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എത്രയും വേഗത്തിൽ നമുക്കത് കാണാൻ കഴിയും. നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു അത്. കാരണം നമുക്ക് എത്ര റവന്യൂ വന്നു, ഇനി കിട്ടാനുണ്ട് എന്ന് അറിയണമെങ്കിലൊക്കെ നമ്മൾ ഗൂഗിൾ ആഡ്സെൻസ് ചെക്ക് ചെയ്യണം. അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു അനലിറ്റിക്സിൽ പോയിട്ട് കഴിഞ്ഞ മാസം പേയ്മെന്റ് വന്നിട്ടില്ലെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യണം. ഈ മാസം എത്ര കിട്ടി എന്നുള്ളതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യും. അതുപോലെ ഇനി എത്ര ലഭിക്കാനുണ്ട് അതൊക്കെ നമ്മളിങ്ങനെ ആവറേജ് വെച്ച് നോക്കും. പക്ഷെ ഈ ഒരു ഏൺ ടാബിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി എത്ര യൂട്യൂബ് തരണം, ഇന്നലെ വരെയുള്ള കണക്കിൽ എത്ര തരണം എന്നുള്ളത് കൃത്യമായിട്ടുണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു ഏൺ ടാബിൽ അത് ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ ഇപ്പൊ നമുക്കത് അവിടെ കാണാൻ കഴിയാത്തത് ആ ഒരു എറർ കാരണം മാത്രമാണ്. ഉടനെ യൂട്യൂബ് അത് പരിഹരിക്കുന്നതാണ്. അതല്ലാതെ യൂട്യൂബ് നമ്മുടെ റവന്യൂ കൊണ്ടുപോയതല്ല. അപ്പൊ നിങ്ങൾ ആരും അത് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. ഇനി ഫ്യൂച്ചറിലും യൂട്യൂബ് ഒരു കാരണവും ഇല്ലാതെ നിങ്ങളുടെ റവന്യൂ ഇതുപോലെ കാണാതായി കഴിഞ്ഞാൽ കൊണ്ടുപോയി എന്ന് തെറ്റിദ്ധരിക്കേണ്ട. ആദ്യം നിങ്ങളുടെ അനലിറ്റിക്സ് ഒക്കെ ഒന്ന് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകുന്നതാണ്. അപ്പൊ ഈ ഒരു ഇത് കാണാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പം മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.